ചെറിയൊരു ചോദ്യം ചോദിക്കാം, കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ സമ്മാനമുണ്ട്. ടങ് ട്വിസ്റ്ററാണ്. ഞാനിത് അനുവിനെ കൊണ്ട് പറയിക്കാൻ നോക്കി, അനു പറഞ്ഞില്ല. ഞാൻ ഈ ഒരു ഇന്റർവ്യൂലൂടെ ഞാൻ ചോദിക്കുള്ളൂ, അനുമോളൂ, ഈ ഒരു ഇന്റർവ്യൂലൂടെ ഞാൻ അത് ചോദിക്കുള്ളൂ. ഞാൻ ഈ ചോദ്യം ഞാൻ ഇനി നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ ചോദിക്കില്ല, പ്രേക്ഷകർ ക്ഷമിക്കും. ടങ് ട്വിസ്റ്ററാണ്, പെട്ടെന്ന് പറയണം. അന്തിക്ക് ടങ് ട്വിസ്റ്ററാണ്. അന്തിക്ക് പറ. അന്തിക്ക് കുണ്ഠിതപ്പെട്ട കുന്തിദേവി കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കുണ്ഠിതപ്പെട്ട കുന്തിദേവിയുടെ കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പറ. അത് ഫുള്ളായിട്ട് പറയും, എനിക്കത് കിട്ടിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. അല്ല, ഫുള്ളായിട്ട് നിങ്ങൾ കുണ്ഠിതപ്പെട്ട കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കുണ്ഠിതപ്പെട്ട കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പറ. അങ്ങനെ തന്നെയാണോ ഇത്? അന്തിക്ക് കുണ്ഠിതപ്പെട്ട കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ പോരട്ടെ. കുണ്ഠിതപ്പെട്ട കുന്തിദേവിയുടെ രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? അതെ. കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അടിപൊളി. നോക്കാം. ഭയങ്കര നിങ്ങളിപ്പോ പറഞ്ഞ സ്പീഡ് കുറച്ച് നോക്കട്ടെ. എനിക്കത് സെന്റൻസ് കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം. അന്തിക്ക് കുണ്ഠിതപ്പെട്ട കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി. അന്തിക്ക് കുണ്ഠിതപ്പെട്ട കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കുണ്ഠിതപ്പെട്ട കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുണ്ഠിതപ്പെട്ട കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കുണ്ഠിതപ്പെട്ട കുന്തിദേവിയുടെ ഒരു കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. സ്റ്റേജിൽ ചോദിക്കുമ്പോൾ ആരും പറയാറില്ല. 5000 ആണ് ഞാനത് എല്ലാ സ്റ്റേജുകളിലും പറയാറുള്ള, ആരും പറയാറില്ല. പക്ഷെ പറഞ്ഞു, എന്തായാലും നമ്മുടെ ജാസ്മിൻ പറഞ്ഞു, കഥാപാത്രം തന്നെ പോട്ടെ അല്ലേ, പേര് അങ്ങനെ തന്നെ പോട്ടെ, എല്ലാരും കുറച്ചും കൂടെ ഒക്കെ. കാര്യം ഇപ്പം 6:30 മണിക്കാവുമ്പോൾ എല്ലാരും പറയുന്നുണ്ട് റേറ്റിംഗ് കുറവാണ്. പക്ഷെ ഞാൻ നോക്കിയിട്ട് 300 എപ്പിസോഡ് പോകുന്ന റേറ്റിംഗ് കുറവുള്ള സീരിയൽ ഒരിക്കലും 300 എപ്പിസോഡ് പോകത്തില്ല. ഈ അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? റേറ്റിംഗ് അത് ഫ്ലക്ച്വേറ്റഡ് ആവും. ഞങ്ങളുടെ 7 മണിക്ക് ഉണ്ടായിരുന്നപ്പം സീരിയൽ 3 ഒക്കെ വന്ന് കയറിയതാണ്. അത്രയും നല്ല, എന്താ പറയുക, ഒന്നാമത്തെ കേസ് ടൈം മാറുമ്പം തന്നെ ഇപ്പം വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരല്ലേ ഇത് കാണുക. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് ഒരു 6:30-ക്കൊക്കെ അവർ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും പരിപാടിയൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവരായിരിക്കും. അപ്പോൾ അവരങ്ങനെ ഇരിക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മുടെ റേറ്റിംഗ് കുറയണത്. പക്ഷേ സ്റ്റോറി വൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് എല്ലാം കൊണ്ട് നമ്മളെ സീരിയൽ അത്യാവശ്യം നല്ലപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സീരിയലാണ്. അപ്പം എന്താ പറയുക, റേറ്റിംഗ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ റേറ്റിംഗ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും കാണാൻ കമന്റ്സ് ഇടാറുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളിത് എടുത്തപ്പോഴേ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫോളോ അപ്പ് ചെയ്തൊരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നത്. ചാനലിൽ വിളിച്ചപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഇപ്പം റേറ്റിംഗ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അത് നമ്മളെ കോംപ്ലിമെന്ററി ആണ് ഞാൻ പറഞ്ഞത്. ഒരു 300 എപ്പിസോഡ് എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. ഡൗൺ ആയെങ്കിൽ 150 എപ്പിസോഡ് നമ്മൾ ക്ലോസ് ചെയ്യും. 300ാമത്തെ എപ്പിസോഡ് ആഘോഷം കഴിഞ്ഞു. ചാനലിനും എല്ലാവർക്കും നമ്മളിൽ ഒരു വിശ്വാസമുണ്ട് പാർവതി എന്ന് പറയുന്ന സീരിയലില്. അപ്പം അതുകൊണ്ടാണ് അവര് എന്താ പറയാ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പൊക്കോന്ന് നമ്മളോട് പറയാത്തത്. അപ്പം അതൊരു നല്ല കാര്യമാണ്. കോംപ്ലിമെന്റ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശങ്ങൾ എന്നുള്ളത് അമൃതയ്ക്ക് മനസ്സിലാക്കണം. അതുപോലെ അമൃതയുടെ നേച്ചർ അനുസരിച്ച് അമൃതയ്ക്ക് പറ്റിയ ഒരു ഷോ ഉണ്ട്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാ? സ്റ്റാർ മാജിക് ആണോ? സ്റ്റാർ മാജിക് ഒന്നുമല്ല, അതിനകത്ത് ഓൾറെഡി പോവാം. ഒരു റിയാലിറ്റി ഷോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് തന്നെ പയ്യെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ സീരിയസ്ലി പറഞ്ഞാണ്, നിങ്ങളെപ്പോലുള്ള കണ്ടസ്റ്റന്റ് അതിനകത്ത് പോയി കഴിയുമ്പോൾ ഈ പേരുള്ള ഒരാളാണ് അതിനകത്തുണ്ട്. ഇപ്പൊ ഈ ക്യാരക്ടറിന്റെ പേരുള്ള ഒരാൾ അതിനകത്തുണ്ട്. പുള്ളിക്കാരിക്ക് ഇപ്പം ഓപ്പോസിഷൻ ആയിരുന്നെല്ലാം കറക്റ്റായിട്ട് വന്നോണ്ടിരിക്കുക. കാണാറുണ്ടോ അത്? അതിൽ വിളി വന്നിട്ടുണ്ടോ? ഒരു സീസണിൽ പോലും വന്നിട്ടില്ല. ഇനി വിളി വന്നാൽ 7ാം സീസണിൽ വന്നാൽ പോകാൻ താല്പര്യമുണ്ടോ? വാതറൊക്കെ കൂട്ടി. കറന്റ്ലി എനിക്ക് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ല. ഫ്യൂച്ചറിൽ ഇനിയിപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് ബിഗ് ബോസിനെ പറ്റി കൂടുതൽ സംസാരിക്കാനും അതും അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ബിഗ് ബോസിനെ പറ്റി പല നെഗറ്റീവ്സും പല പോസിറ്റീവ്സും കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ റിയാലിറ്റി ഷോയില് നെഗറ്റീവ് കേട്ടിട്ടുള്ളത് ഒന്നുകിൽ ബിഗ് ബോസിൽ, എന്റെ അമ്മേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഞാൻ കേട്ടിട്ടുള്ളത് പറയാം. ഒന്നുകിലും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല
എന്താ പേരോട് കൂടി പുറത്തു വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ചീത്ത പേരുകൾ. കംപ്ലീറ്റ്ലി നല്ല ചീത്തപ്പേരോടുകൂടി പുറത്തു വരാം എന്നുള്ളൊരു സ്കീമാണ്. അപ്പം എനിക്കറിയില്ല ഇതിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏത് പേരില്ല വരിക എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സാധനത്തിനോടൊന്നും എനിക്കൊരു അല്ല, ഇതിനകത്ത് ചില ആൾക്കാർ ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്, അതെയോ? കൂടുതലും പറഞ്ഞത്. ആ ലൈവ് കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല, എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഫാനല്ല, അതുകൊണ്ട് എന്റെ അടുത്ത് നിങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങൾ പല മേഖലകളിലും പെൺകുട്ടികളെ വിളിക്കുന്നത് അഭിനയിക്കാൻ വേണ്ടി മാത്രമല്ല, പല കാരണങ്ങൾ ചോദിക്കാറുണ്ട്, പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതെന്താന്ന് മനസ്സിലായി. ഇപ്പൊ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയും, നേരത്തെ അത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബിഗ് ബോസിനെ കുറിച്ച് ഒരാൾ ലൈവ് ഇട്ടത്. അപ്പൊ ഈ അങ്ങനെ എല്ലാ മേഖലകളിലും അങ്ങനെ ഉണ്ടെന്നാണോ അറിവുള്ളത് അമൃതയ്ക്ക്? എല്ലാ മേഖലകളിലും മീൻസ് കലാപരമായിട്ടുള്ള എല്ലാ സിനിമ, സീരിയൽ ആയാലും ഇപ്പൊ ഇങ്ങനെ റിയാലിറ്റി ഷോ ആയാലും ഞാൻ ഫസ്റ്റ് ഞാൻ സിനിമയിലാണ് ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എനിക്കൊന്നും വർക്ക്ഔട്ട് ആവാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ എങ്ങനെയാ ഭയങ്കര സേഫ് സോണിൽ എങ്ങനെ ട്രാവൽ ചെയ്യാം നോക്കി. എനിക്ക് അങ്ങനെ സ്ട്രഗിൾസ് എടുക്കുന്നത്, റിസ്ക് ഫാക്ടേഴ്സ് എടുക്കുന്നത്, അങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഏതാണോ ഏറ്റവും ബെറ്റർ ആൻഡ് സേഫ് ആയിട്ടുള്ളത് അതിൽ ഞാൻ അങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഈ ഫിലിം ഫീൽഡിൽ എനിക്ക് കുറച്ച് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ, നമ്മുടെ ഒരു റിലേറ്റീവോ ആരും നമുക്കൊരു ബാക്കപ്പും ഇല്ല, റിലേറ്റീവ്സ് ആരും പിന്നെ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നില്ല. സോ ഒറ്റയ്ക്ക് നിന്ന് സ്ട്രഗിൾ ചെയ്ത് എനിക്ക് മടുത്തു. ആകെ സ്ട്രഗിൾ ചെയ്തു എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, ഒരു 1-2 വർഷമാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. 1-2 വർഷം സ്ട്രഗിൾ ചെയ്യുന്ന സ്ട്രഗിൾ തന്നെയാണ്. കാര്യം നമ്മൾ 24 മാസം ഞാൻ പറയുന്നത് എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട്, എനിക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ട്, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എനിക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ സ്ട്രഗിൾ ഒന്നും സത്യം പറഞ്ഞാൽ ഒന്നുമല്ല. ഞാൻ ആ ഒരു 2 വർഷം സ്ട്രഗിൾ ചെയ്തിട്ട് പിന്നെ ഞാൻ വിട്ടു. പിന്നെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ പിന്നെ സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് എനിക്ക് വളരെ പെട്ടെന്നാണ് എനിക്ക് ചാൻസ് വന്നത് സീരിയലിലേക്ക്. ആ സമയത്ത് ഞാൻ സിനിമയിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് സീരിയൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിനിമയാണ്, ലെറ്റ് മീ ഡൂ ദാറ്റ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കത് മടുത്തപ്പോൾ ഞാൻ നേരെ ഈ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ജമ്പ് ചെയ്തു. ഫസ്റ്റ് സ്ക്രീനിങ്ങിന് പോയി, അപ്പോൾ തന്നെ എനിക്ക് ഞാൻ അവിടെ കാസ്റ്റായി. അപ്പോൾ എനിക്ക് ഇറ്റ് വാസ് വെരി ഈസി. പക്ഷെ പല ആൾക്കാർക്കും അത് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അപ്പം ഞാൻ സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, അത് അവരുടെ പേഴ്സണൽ ചോയ്സ്. പോകണമെങ്കിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോകണ്ട, അങ്ങനെ. അതെ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിന് ഇപ്പം നമ്മളൊന്നും പറഞ്ഞു. പക്ഷെ ലൈക്ക് എന്താ ഇപ്പോൾ പറയാം, നമ്മൾ അത്യാവശ്യം നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാളിപ്പോൾ അങ്ങനെ വന്ന് ചോദിക്കുന്നത് എനിക്ക് ഇന്നത് ചെയ്താലേ ആ ഒരു ക്യാരക്ടർ നിന്റെ കയ്യിൽ തരുള്ളൂ എന്നാരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് എനിക്ക് ആ ക്യാരക്ടർ വേണ്ട സാറേ എന്ന് പറഞ്ഞ് പോകാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതീ കാണിക്കുന്ന ക്യാരക്ടർ തന്നെയാണ് ഒറിജിനൽ ചില കാര്യങ്ങളിലാണോ? എങ്ങനെ അമൃത ഇപ്പൊ ജാസ്മിന്റെ കഥാപാത്രം കുറച്ച് വില്ലത്തിയാണ്, നെഗറ്റീവ് റോളാണ്, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന റോളുകൾ ഇഷ്ടം പോലെ കാണും. ഇങ്ങനെയുള്ള ആൾക്കാരോട് അങ്ങനെ തന്നെ മറുപടി പറയും, ഈ ഒരു ക്യാരക്ടർ പോലെ തന്നെ ആയിരിക്കും മറുപടി പറയാം. ഞാൻ അത്യാവശ്യം ബോൾഡാണോ? ഞാൻ അത്യാവശ്യം നല്ല ബോൾഡാണ്. എനിക്കറിയാം, ഞാൻ പറയാം, കാര്യം പറഞ്ഞുതരാം. നല്ല ബോൾഡാണ്. ഒരാളുടെ അടുത്ത് വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് എങ്ങനെ സംസാരിക്കണം എന്ന് എനിക്കറിയാം. അതല്ല ആള് തിരിച്ച് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് വീണ് സംസാരിക്കാനും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ പരിപാടി ഒന്നും നടക്കൂല.